മത്തായിയുടെ സുവിശേഷം 27-ാമത്തെ അധ്യായം, അതിൻ്റെ 46-ാമത്തെ വാക്യം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27-ാമത്തെ അധ്യായം 46-ാമത്തെ വാക്യം. ഏകദേശം 9 മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം. പ്രാർത്ഥിക്കും. ഞങ്ങളെ സ്നേഹിക്കുന്ന ആ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്നെന്നതുപോലെ ഒരു ദിവസം 2000 വർഷങ്ങൾക്ക് അപ്പുറത്ത് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് ദൈവവും ഉപേക്ഷിച്ചോ എന്ന് ഞങ്ങളുടെ രക്ഷിതാവായ യേശുമശിഹ പോലും സംശയിച്ചതായ ഒരു നിമിഷം. അങ്ങനെയെങ്കിൽ ബലഹീനരായ സാധുക്കളായ സാധാരണക്കാരായ ഞങ്ങൾ ജീവിതത്തിൻ്റെ തിക്തമായ തീക്ഷ്ണമായ അനുഭവങ്ങളിൽ ദൈവം കൈവിട്ടോ എന്ന് സംശയിച്ചിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. കർത്താവേ, ഞങ്ങൾ കുരിശിനെ ധ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിത അനുഭവങ്ങളെ ക്രൂശിനോട് ചേർത്ത് ചിന്തിപ്പാൻ സഹായിക്കണമേ. ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ തിരുമേനിമാരെയും ഈ മഹാ ഇടവകയുടെ വിവിധ ശുശ്രൂഷകൾ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് നിന്റെ വചനം ധ്യാനിക്കുന്നത് ഞങ്ങൾക്ക് അനുഗ്രഹമാകണമേ. നിന്റെ വചനം ഞങ്ങൾക്ക് സത്യമായും സൗഖ്യമായും സമാധാനമായും സംഭവിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കരുണയോടെ കേൾക്കണമേ. ആമേൻ. ഒരു ചെറിയ ചോദ്യം ചോദിച്ച് തുടങ്ങാം. ഈ ചോദ്യം അങ്ങനെ വലിയ കട്ടിയുള്ള ചോദ്യമൊന്നുമല്ല. ഏത് കുട്ടിക്കും മനസ്സിലാകുന്ന ചോദ്യമാണ്. ഈ ചോദ്യം മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്ത് ജീവിക്കാനുള്ള അർഹതയില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് സ്നേഹിതരാണോ ശത്രുക്കളാണോ കൂടുതൽ? ഇത്രയേ ഉള്ളൂ ചോദ്യം. സ്നേഹിതരാണോ ശത്രുക്കളാണോ കൂടുതൽ? ചിലരുടെയൊക്കെ ഇരിപ്പ് കണ്ടാൽ കഴിഞ്ഞ ഒരു 50 കൊല്ലത്തിനുള്ളിൽ ഇതുപോലൊരു ഗൗരവമായ ചോദ്യം, സിമ്പിൾ ചോദ്യമല്ലേ, നമ്മുടെ എല്ലാവരുടെയും ധാരണ നമുക്ക് സ്നേഹിതർ കൂടുതലും ശത്രുക്കൾ കുറവുമാണെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. വിശ്വാസമാണല്ലോ അല്ല. എന്നാൽ ഇവരിൽ ആരാണ് കൂടുതലെന്നറിയാൻ പല പരീക്ഷണങ്ങളുണ്ട്. നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള മനുഷ്യരിൽ അവർ പല തരക്കാരാണ്. ചില ആളുകൾ നമ്മളോട് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടെങ്കിൽ അത് പരസ്യമായി പ്രകടിപ്പിക്കും. പലപ്പോഴും അവരെയാണ് നമ്മൾ വലിയ ശത്രുക്കളായി കണക്കാക്കുന്നത്. പ്രത്യേകിച്ച് ഞങ്ങൾ അച്ഛന്മാരോ സുവിശേഷകരോ ഒക്കെ
ശുശ്രൂഷ ചെയ്യുന്ന ഇടങ്ങളിൽ കമ്മിറ്റിയിലോ പൊതുയോഗത്തിലോ ഒക്കെ ചോദ്യം ചോദിക്കുമ്പോൾ ഞങ്ങൾ പലപ്പോഴും, ഞാൻ ഇവരൊക്കെ നല്ല മനുഷ്യരാണ്, ഞാൻ ചിന്തിക്കുന്നത് ഈ ചോദ്യം ചോദിക്കുന്ന ആളാണ് ഏറ്റവും വൃത്തികെട്ടവനെന്ന നമ്മുടെ ചിന്ത. തിരുമേനി ഇരിക്കുന്ന കണ്ട അങ്ങനൊന്നും ചിന്തിച്ചിട്ട് പോലും ഉണ്ടെന്ന് തോന്നത്തില്ല. ഉണ്ടോ തിരുമേനി? ഇത് ഇങ്ങനെ ഒരു വിഭാഗമുണ്ട്. വീട്ടിലാണെങ്കിലും ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും പള്ളിയിലാണെങ്കിലും അന്നേരപ്പോൾ ഉള്ള കാര്യം അങ്ങ് പറയും. അവർ വളരെ ഇമ്പൾസീവാണ്. അവർക്ക് അങ്ങനെ ദേഷ്യമൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അന്നേരപ്പോൾ പ്രകടിപ്പിക്കും. അങ്ങനെ ദേഷ്യമോ പ്രയാസമോ ഉടനെ പ്രകടിപ്പിക്കുന്നവരെ, ഇവിടെ ഒരു സ്നേഹമുള്ള ഒരൊറ്റ അച്ഛനെ ഞാൻ കണ്ടുള്ളൂ. ഇല്ല, അത് അച്ഛന് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോ എന്നാൽ മഹാഭൂരിപക്ഷം ആളുകളും അവരുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കത്തില്ല, അത് മനസ്സിൽ വയ്ക്കത്തേ ഉള്ളൂ. ഒരനുകൂല സാഹചര്യം വരുമ്പോൾ ഭൂരിപക്ഷം ആളുകളും ഒരാൾക്ക് എതിരാണെന്ന് തോന്നുമ്പോൾ ആ കൂട്ടത്തിൽ കയറി ഗോളടിക്കുന്ന മനുഷ്യരാണ്. അവർ വെയിറ്റ് ചെയ്യും. അവർ ഈ അണലി പോലെയാണ്, പമ്മിക്കിടക്കും, ഒരു പരുവം നോക്കിയിരിക്കും. എന്നാൽ ഈ പുളകനും ഇങ്ങനെയുള്ള ചെറിയ സൈസുണ്ട്, അതൊക്കെ ഇങ്ങനെ എപ്പോഴും ചീറ്റിക്കൊണ്ട് നിൽക്കും. അപ്പം നമ്മുടെ വിചാരം ഈ ചീറ്റുന്നതിനാണ് എന്തെന്ന് വിചാരം. അച്ഛന്മാർക്കൊക്കെ ഞാൻ പറയുന്ന, അവർ ഭയങ്കര ശബ്ദം ഉണ്ടാക്കും, എപ്പോഴും ഇങ്ങനെ ചീറ്റും. അപ്പം നമ്മൾ വിചാരിക്കും, ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പക്കാരൻ ആണ്. എന്നാൽ വേറെ ചിലരുണ്ട്, ബുദ്ധിമാന്മാർ അങ്ങനല്ല, അവർ ഈ ഇലക്കിടയിലൊക്കെ ഇങ്ങനെ പമ്മിയിരിക്കും. പരുവം വരുമ്പോൾ എന്തു ചെയ്യും? നമുക്ക് സ്നേഹിതരാണോ ശത്രുക്കളാണോ കൂടുതൽ എന്നറിയാൻ നമുക്ക് ഒരു കഷ്ടകാലം വന്നാൽ മതി. ഇപ്പൊ എന്നെ നാളെ കഞ്ചാവ് കേസിൽ പിടിച്ചു എന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ ഇപ്പൊ എന്നെ കണ്ട എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. നല്ല വടി പോലെ ഒരു കുപ്പായമൊക്കെ ഉണ്ട്, കണ്ടിട്ട് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല, മാന്യനാണ്. നാളെ എങ്ങാനും എന്നെ കഞ്ചാവ് കേസിൽ പിടിച്ചാൽ ഈ ഫ്രാൻസിസ് തിരുമേനി പറയും, ഇന്നലെ അയാളെ കണ്ടപ്പോഴേ എനിക്കൊരു, അല്ലേ? എന്താ ഇന്ന് അങ്ങനെ ഒന്നൊരു തോന്നലുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇന്ന് പറയണം. അതെന്താ പറയാത്തെ? അപ്പൊ എന്നെ പോലീസ് പിടിച്ചു എന്ന് ഇങ്ങനെ മാത്തുക്കുട്ടി അച്ഛൻ വന്നു പറയാം, തിരുമേനി അറിഞ്ഞോ നമ്മുടെ മോത്തി അച്ഛനെ കഞ്ചാവ് കേസിൽ പോലീസ് പിടിച്ചു. ഇന്നലെ അയാൾ 2 ബാഗ് കൊണ്ടുവന്നപ്പോഴേ എനിക്കറിയാം അതിൻ്റെ അകത്ത് എന്തായിരിക്കും, മിക്കവാറും എന്തോ ആയിരിക്കും. ഇത് തിരുമേനി പറയണമെങ്കിൽ എന്നെ പോലീസ് പിടിക്കുന്നതിന് മുമ്പ് പറയുമോ, പോലീസ് പിടിച്ചിട്ട് പറയുമോ? നമ്മളിൽ ധാരാളം ആളുകളും ഒരാൾക്കൊരു സങ്കടമോ ഒരാൾക്കൊരു ഗ്രഹപ്പിഴയോ ഒരാൾക്കൊരു പ്രയാസം വരുമ്പം വളരെ പെട്ടെന്ന് നമ്മൾ പറയുന്നൊരു കാര്യമാണ്, എനിക്ക് പണ്ടേ അയാളെ ഒരു സംശയം ഉണ്ടായി. ഇന്നലെ വരെ നല്ല സുഹൃത്തുക്കളായി നല്ല സ്നേഹിതരായി നമ്മളോട് കൂടെ നിന്ന മനുഷ്യർ വളരെ പെട്ടെന്ന് എന്തു ചെയ്യും? മലക്കം മറി. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും പൈസ ഇല്ലാത്ത ഒരാൾ നാളെ 5 കോടി രൂപയുടെ ലോട്ടറി അടിച്ചാൽ ബന്ധുക്കളുടെ എണ്ണം കൂടുമോ കുറയുമോ? ഈ ജന്തുക്കളൊക്കെ എവിടെ ആയിരുന്നു ഇത്രയും കാലം? ജന്തുക്കൾ ബന്ധുക്കളാവാൻ എന്ത് ചെയ്താൽ മതി? ലോട്ടറി അടിച്ചാൽ മതി.
ഇന്നലെ വരെ തിരിഞ്ഞു നോക്കാത്ത ഒരു വീട്ടിലെ ചെറുക്കൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ സെലക്ഷൻ കിട്ടിയാൽ ബന്ധുക്കൾ പറയും എൻ്റെ കസിന്, ഞങ്ങൾ കുടുംബമാണ്. എന്നാൽ പോക്കറ്റടി കേസിൽ പിടിച്ചാലോ? ഓ, അങ്ങനെ പറയത്തക്ക ബന്ധമൊന്നുമില്ല. ഞാൻ എന്തിനാണിത് പറയാൻ ശ്രമിച്ചതെന്ന് ചോദിച്ചാൽ, ഇത്രേ ഉള്ളൂ ആര്? മനുഷ്യൻ. അതുകൊണ്ട് ഇന്ന് നമ്മൾ സുഹൃത്തുക്കളാണെന്ന് കരുതുന്നവർ നാളെ ശത്രുക്കളാകാനും, ഇന്ന് കൊടിയ ശത്രുക്കൾ എന്ന് നമ്മൾ കരുതുന്നവർ മിത്രങ്ങളാകാനും അധികം നേരമൊന്നും വേണ്ട. നമ്മൾ ഈ ഒരു ചെറിയ യുക്തി വെച്ച് യേശുവിൻ്റെ ക്രൂശാനുഭവത്തെ, യേശുവിൻ്റെ ഒരു ക്രൂസിഫൈഡ് എക്സ്പീരിയൻസ് നമ്മുടെ അറിവിൽ, നമ്മുടെ പരിചയത്തിൽ ഒരുപക്ഷെ നമുക്ക് സങ്കല്പിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യൻ ആരാ? യേശുവാ. എന്നിട്ടും യേശുവിന് ഈ ഗതി വന്നത് എന്തുകൊണ്ടാ? പീലാത്തോസിന്റെ അരമനയുടെ മുറ്റത്ത് വലിയ ആൾക്കൂട്ടമാണ്. അവരെല്ലാവരും ഒരാഴ്ച മുമ്പ് പറഞ്ഞ വാചകം രക്ഷിക്ക, രക്ഷിക്ക, രക്ഷിക്ക. എന്നാൽ രക്ഷിക്കും എന്ന് കരുതിയ ആൾ റോമാക്കാരുടെ പിടിയിലായപ്പോൾ രക്ഷിക്ക എന്ന് പറഞ്ഞവർ ക്രൂശിക്ക എന്ന് മാറ്റി പറഞ്ഞു. ഇതെപ്പോഴും മനുഷ്യർ നമ്മളെ പുകഴ്ത്തുമ്പോഴും നമ്മുടെ മുൻപിൽ ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടെന്ന് നമുക്ക് തോന്നുമ്പോഴും നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നമുക്ക് സുഹൃത്തുക്കൾ കുറവാണ്. ആരാണ് കൂടുതൽ? ശത്രുക്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ നന്നായി കാണണമെന്ന് ആഗ്രഹിക്കാത്ത മനുഷ്യരാണ് കൂടുതൽ. ഞാൻ ഈ ചെറിയ ചെറിയ ഉദാഹരണങ്ങളിലൂടെയാണിത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പിള്ളേരൊക്കെ ഇരിപ്പുണ്ട്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു 25 പിള്ളേരുണ്ടെന്ന് വിചാരിക്കും ഒരു സ്കൂളിൽ. ആ ക്ലാസ്സിൽ മിക്കവാറും എല്ലാവർക്കും ഇഷ്ടം 1ാം റാങ്കുള്ള കൊച്ചിനോടായിരിക്കും, 25ാം സ്ഥാനത്ത് കിടക്കുന്ന കൊച്ചിനോടായിരിക്കും. പറ, ആയിട്ടൊന്നും കഴിച്ചില്ലേ? ഒന്നും കഴിച്ചില്ലേ? പറ. നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളെക്കാൾ കൂടുതൽ മാർക്കുള്ളവരെയാണോ അതോ നിങ്ങളെക്കാൾ കുറഞ്ഞ മാർക്കുള്ളവരെയാണോ? മാർക്ക് വല്ലതും കിട്ടുന്നുണ്ടോ? ഇല്ല. എന്നാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. 3-4 മാർക്കെങ്കിലും കിട്ടുന്നവരോട് പറഞ്ഞിട്ട്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഈ കാര്യത്തിൽ എന്നോട് യോജിക്കുമെന്നാണ് എൻ്റെ വിചാരം. നിങ്ങൾക്ക് ഒരു കഷ്ടകാലം വരട്ടെ, നിങ്ങൾക്കൊരു ഗതികേട് വരട്ടെ, ഇന്ന് നിങ്ങളുടെ ഇപ്പം ഇതൊക്കെ സത്യമാണോ എന്ന് നിങ്ങൾ വിചാരിക്കും. ഒരു ഉദാഹരണം കൂടെ പറയും. ചേട്ടൻ ഏതായാലും ഫോട്ടോ എടുക്കാൻ വന്നു. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ, നിങ്ങൾക്ക് ഒരു കുഞ്ഞ് ജനിച്ചു എന്ന് വിചാരിക്കുക. നിങ്ങളിങ്ങനെ വളർത്തി ഒരു 1.5 വയസ്സ് അല്ലെങ്കിൽ 1 വയസ്സ് പ്രായമാവുമ്പോൾ നമ്മളിങ്ങനെ അമ്മ അടുക്കളയിൽ എന്തൊക്കെയോ ചെയ്യുന്നു. കൊച്ചിനെ ഇങ്ങനെ നമ്മൾ ഈയോടോ ചക്കരേ വാവാ കുട്ട, എന്നെ പോലായിരിക്കുന്ന, എൻ്റെ മൂക്കനെ പോലായിരിക്കുന്ന, എൻ്റെ ചെവി പോലായിരിക്കുന്നതെന്നൊക്കെ പറയും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും കൊച്ച് അതിൻ്റെ തനി സ്വഭാവം കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? കൊച്ച് മൂത്രം ഒഴിക്കുമ്പോൾ ഉടനെ അപ്പൻ പറയും, ആരെ വിളിക്കും? ഈ ട്രോഫി. ഇത്രയും നേരം എന്തോ പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ മൂക്കാണ്, എൻ്റെ ചെവിയാണ്. എന്നിട്ട് എന്തോ പറ്റി? ഇനി ഇതേ അമ്മ, നമ്മൾ പറയാം അമ്മ എന്തോ സംഭവമാണെന്നൊക്കെ പറയും. ഞാൻ 10 മാസം നൊന്തു പെറ്റതാ,
ഇത് കേട്ടാൽ തോന്നും ബാക്കി എല്ലാ വീട്ടിലെയും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാന്ന് തോന്നുന്നു. എല്ലാവരും നൊന്ത് പറ്റതാ, നോവാതെ പറ്റ ഒരുത്തരും ഇല്ല അല്ലേ? പിന്നെ നോവിൻ്റെ അളവിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസം, പിച്ചാത്തി കൊണ്ടുള്ള വേദനയാണോ അല്ലാത്ത വേദനയാണെന്നുള്ളത്, വേദനയൊക്കെ മനുഷ്യർക്കുണ്ട്. ഞാൻ നൊന്ത് പറ്റതാന്നൊക്കെ പറയും. അപ്പോഴായിരിക്കും കൊച്ചൻ ഇങ്ങനെ മുറ്റത്തൊക്കെ കളിക്കുന്നു, അവനൊരു ചാണകക്കുഴി വീണു. ഇപ്പം ചാണകം എന്നൊക്കെ പറഞ്ഞാൽ അതിന് വേറെ അർത്ഥമാണ്. ഞാൻ ശരിക്കും ചാണകമാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അകത്തോട്ട് വീണു. സ്വാഭാവികമായും കുഞ്ഞു കരയും. ഓടി കരഞ്ഞോണ്ട് വരുമ്പോൾ ഈ അമ്മ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുവോ, പോയി കുളിച്ചേച്ച് വരാൻ പറയും? പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ ശവടക്കിന് ചെല്ലുമ്പോൾ പറയും, അച്ഛനെ കൊണ്ടുപോകല്ലേ, എന്നെ കൂടെ കൊണ്ടുപോകും. ഇതെന്താ ടൂറിന് പോവാണോ കൊണ്ടുപോയി? എന്നെ കൂടെ കൊണ്ടുപോയി എടുത്തുകൊണ്ട് പോകല്ലേ. അപ്പം ഈ അച്ഛൻ അങ്ങ് വിചാരിക്കുക ഇത്രയും സങ്കടമുണ്ട്, എന്നാൽ ഇരിക്കട്ടെ ഒരു 3-4 ദിവസം കൂടെ. അപ്പം എന്തോ പറയും, അച്ഛൻ ഒരു തമാശ പറഞ്ഞ അച്ഛൻ ഇത്രയും സീരിയസ്, ഇത്രയും നേരം പറഞ്ഞ എന്തുവാ, കൊണ്ടുപോകല്ലേ, എന്നെ കൂടെ കൊണ്ടുപോയി, എനിക്ക് ഈ അച്ഛൻ്റെ കൂടെ പോകണമെന്നൊക്കെ പറയും. ആ സാധനം നിങ്ങളവിടെ വെച്ചേ. ഇത്രേ ഉള്ളൂ മനുഷ്യൻ്റെ സ്നേഹം. ഇത് ഏറ്റവും നന്നായി നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ കർത്താവ് ക്രൂശിൽ കിടക്കുമ്പോഴാണ്. ക്രൂശിൽ കിടക്കുന്ന സമയത്ത് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിൽ ചില പ്രതികരണങ്ങൾ നമ്മുടെ ജീവിത അനുഭവങ്ങളോട് ചേർത്ത് വെച്ച് ധ്യാനിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യേശുക്രിസ്തുവിനെ ക്രൂശിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങുന്നു. അതിലാദ്യം നമ്മൾ കണ്ട ഒരു പ്രതികരണം എന്ന് പറയുന്നത്, കൂടുതൽ ആളുകളും യേശുക്രിസ്തുവിൻ്റെ വിചാരണയിൽ കാഴ്ചക്കാരായി നിൽക്കുന്നവരാണ്. അപ്പം നമ്മുടെ അയൽക്കാരിലും നമ്മുടെ കൂട്ടുകാരിലും നമ്മുടെ സുഹൃത്തുക്കളിലും നമ്മൾ സ്നേഹിതർ എന്ന് കരുതുന്നവർ പലരും കാഴ്ചക്കാരാണ്, സ്പെക്ടേറ്റേഴ്സാണ്. അങ്ങനെ കുറച്ച് മനുഷ്യരുണ്ട്. അപ്പോൾ യേശുവിനെ ക്രൂശിക്കുന്ന സമയത്തും പീലാത്തോസിൻ്റെ അരമനയിൽ യേശുവിൻ്റെ ന്യായവിസ്താരം നടക്കുമ്പോഴും ധാരാളം ആളുകൾ കാഴ്ച കാണാൻ വന്നവരുണ്ട്. നമ്മളൊരു മരണവീട് നോക്കിയാൽ കുറേ പേര് എന്ത് കാണാൻ വരുന്നവരാ? അവർ കാണാൻ വരും. ഇവർ കരയുന്നത് എങ്ങനെയാണ്? എ മൈനറിലാണോ, ബി മൈനർ എന്നൊക്കെ പറഞ്ഞ സൂത്രമുണ്ടോ? നിങ്ങൾക്ക് സംഗതി പിടി കിട്ടിയല്ലോ, എന്തൊക്കെ ഉണ്ടെന്ന് എനിക്ക് വലിയ പിടിയില്ല. അപ്പോൾ എ മൈനറിലാണോ ആ മൈനറിലാണോ എന്നൊക്കെ അവർ കരയുന്നത്, കരയുമ്പോൾ പരയുന്നത്, ഇവർക്കിതെല്ലാം ഇതൊരു കാഴ്ചയാണ്. എന്തെല്ലാം സങ്കടങ്ങൾ, എന്തെല്ലാം പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ അയൽപക്കങ്ങളിലും നമ്മുടെ ചുറ്റുപാടുകളിലുമുള്ള കുറച്ചു മനുഷ്യർ, അവർ വെറും കാഴ്ചക്കാരാണ്. ഒന്നും ചെയ്യില്ല. അവർ നമ്മളെ കുറ്റപ്പെടുത്തത്തൊന്നുമില്ല, വിമർശിക്കത്തുമില്ല. അവർക്കിതൊരു പന്തുകളി കാണുന്ന പോലെയാണ്. ഇപ്പം നിങ്ങൾ റോഡേകൂടെ പോകുമ്പോൾ ഒരു എലിക്കുഞ്ഞിനെ പൂച്ച ഓടിച്ചിട്ട് പിടിച്ചാൽ നിങ്ങൾ അവിടെ വണ്ടി നിർത്തി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമോ? കർത്താവേ ഈ പാവം, ഒന്നുമില്ലല്ലോ, നിങ്ങളത് കാണും, നല്ല രസം, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതൊരു കാഴ്ചയാണ്. ഇങ്ങനെയുള്ള ധാരാളം മനുഷ്യർ, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ കാഴ്ചക്കാരാണ്. അപ്പോൾ കാഴ്ചക്കാരെ നമുക്ക് സ്നേഹിതർ എന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് അവർക്ക് നമ്മളോട് വിരോധമൊന്നുമില്ല. നമ്മുടെ നാശമൊന്നും അവരുടെ സ്വപ്നമോ ആഗ്രഹമോ ലക്ഷ്യമോ അല്ല. അത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ശീലമാണ്. നമ്മുടെ പള്ളികളിൽ അങ്ങനെ കാണാം. അവർ വെറും കാഴ്ചക്കാരാണ്.
മറ്റൊരു വിഭാഗത്തിൽപ്പെടുന്നവരുണ്ട്, നമുക്ക് ഒരു വീഴ്ച വരാൻ നോക്കിയിരിക്കുകയാണ് നമ്മളെ കുറ്റപ്പെടുത്താൻ. ഒരുപക്ഷെ ഏറ്റവും അധികം കാഴ്ചക്കാരേക്കാൾ നമ്മളെ സങ്കടപ്പെടുത്തുന്നത് നമുക്കൊരു പ്രയാസം വരുമ്പോൾ നമ്മളെ കുറ്റപ്പെടുത്താൻ ആ അവസരം വിനിയോഗിക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ സ്പെക്ടേറ്റേഴ്സ്, ഞാൻ ആദ്യം പറഞ്ഞ കാഴ്ചക്കാർ എന്ന് പറയുന്നവർ, അവർ പ്രത്യേകിച്ച് നമ്മളെ ഒന്നും കുറ്റപ്പെടുത്തില്ല. ഒരുപക്ഷെ ഈ നല്ല ശമരിയാക്കാരൻ്റെ ഉപമയിലെ പോലെ കുറേ ആളുകൾ അവിടെ കിടക്കുന്നു, ഒരു മനുഷ്യൻ അവിടെ റോഡരിയിൽ വീണ് കിടക്കുന്നു. ശമരിയാക്കാരൻ്റെ വരുന്നതിന് മുമ്പ് ലേവ്യനും പുരോഹിതനും അതുവഴി വന്നുപോയി. വെറുതെ അവരത് കണ്ടിട്ട് പോയി. അല്ലെങ്കിൽ ദീർഘകാലം കുളത്തിനരികെ കിടന്നൊരു മനുഷ്യൻ, എത്രയോ പേരവിടെ വന്നു, വെറുതെ കണ്ടിട്ട് പോയി. ഭൃത്യമായി എത്രയോ നാളായിട്ട് അവിടെ ഇരുന്ന് നിലവിളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കാഴ്ചക്കാരെന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്ന മനുഷ്യർ, അവർ പ്രത്യേകിച്ച് ഉപദ്രവകാരികളല്ല. അവരാർക്കും ഒരു ദോഷം ചെയ്യത്തില്ല, പക്ഷേ ഗുണം ഒട്ടും ചെയ്യില്ല. എന്നെ ഈ വചനം കേൾക്കുന്നവരിൽ ചിലരെങ്കിലും, എല്ലാവരും അല്ലെങ്കിലും കുറച്ചു പേരെങ്കിലും കാഴ്ചക്കാരുടെ ഗണത്തിൽപ്പെടും. രണ്ടാമത്തെ കൂട്ടരാണ് നമ്മൾ പറഞ്ഞത്, അവർ ആ അവസരം നമ്മളെ കുറ്റപ്പെടുത്താനായി ഉപയോഗിക്കും. ഈ കൂട്ടരെയാണ് നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടത്. കാരണം ഇവരുടെ ഉള്ളിലിരിപ്പും മനസ്സിലിരിപ്പും എന്താണെന്ന് പ്രത്യേകിച്ച് നമ്മൾ അവർക്ക് ഒരു ദോഷവും ചെയ്യണമെന്നില്ല. ഉദാഹരണത്തിന്, യേശു കുരിശിൽ കിടക്കുന്ന സമയത്ത് അവിടെ 2 കള്ളന്മാരുണ്ടായിരുന്നു. അതിൽ ഒരു കള്ളൻ എന്തുവാ പറഞ്ഞേ? നമ്മളിപ്പോ സമശിക്ഷാവിധിയിലുള്ളവരാണ്. ആ കള്ളനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ശിക്ഷ കിട്ടുന്നുണ്ട്. എന്നാൽ യേശുവിന് ശിക്ഷ കിട്ടുന്നത് ആ അവസരം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. നിങ്ങൾ യേശുവിൻ്റെ പീഡാനുഭവ വിവരണങ്ങൾ വായിക്കുമ്പോൾ അതുവഴിയായി വന്നവരിൽ മിക്കവാറും ആളുകൾ അവനെ ദുഷിക്കാൻ, ആ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അവനെ ദുഷിച്ചു. യേശു ആർക്കെങ്കിലും എന്തെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ആർക്കാണ്? ദൈവത്തെ കൊണ്ട് ലാഭമുണ്ടാക്കിയ മനുഷ്യരെ യേശു എതിർത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആ വഴി കടന്നുപോയിരുന്ന മനുഷ്യർ മുഴുവൻ യേശുവിനെ ദുഷിച്ചത്? നമുക്കും ഇതുപോലെ എന്തെങ്കിലും രോഗങ്ങളോ പ്രയാസങ്ങളോ സങ്കടങ്ങളോ ഒറ്റപ്പെടുത്തലോ ഒക്കെ വരുമ്പോൾ ചില ആളുകൾ ആ അവസരം നോക്കി നമ്മളെ ദുഷിക്കാൻ ആ അവസരം പ്രയോജനപ്പെടുത്തും. അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. വേറെ ചില ആളുകൾ പറയും, അത് അവൻ്റെ കയ്യിലിരിപ്പ്, അവൻ എന്തെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. വേദപുസ്തകത്തിൽ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ അവിടെ കൂടി നിന്ന ആളുകൾ യേശുവിനോട് ചോദിക്കുന്നുണ്ട്, ഇവൻ ഇങ്ങനെ പിറക്കാൻ ആരാണ് പാപം ചെയ്തത്? ഇവനാണോ ഇവൻ്റെ അമ്മയപ്പന്മാരാണ്? അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സങ്കടങ്ങളെല്ലാം നമ്മുടെ പാപത്തിൻ്റെ ഫലമാണെന്ന് പറയാൻ ഒരു തക്ക അവസരം നോക്കി നിൽക്കുന്ന മനുഷ്യർ ഒത്തിരിയുണ്ട്. അത് ഒന്നുകിൽ ഒരു അപകടമാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ രോഗമാവാം, അല്ലെങ്കിൽ പരീക്ഷയിലെ തോൽവിയാവാം, അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ ഒരു അബോർഷനാവാം. നമുക്ക് സ്നേഹമുണ്ടെന്ന് കരുതുന്ന മനുഷ്യർ ആ അവസരത്തിൽ പറയും എന്തെങ്കിലും പ്രവൃത്തിയുടെ ഫലമാണ്. ഇങ്ങനെയുള്ള എത്ര മനുഷ്യരെ ഉണ്ട് നമ്മുടെ തന്നെ അനുഭവത്തിലും പരിചയത്തിലും.
അവൻ്റെ പാപത്തിൻ്റെ ഫലമാണ്. ഒരുപക്ഷെ ഒരാൾ രോഗിയായിരിക്കുമ്പോൾ, ഒരു മരണം നടക്കുമ്പോൾ ആ കുടുംബത്തെ കുത്തി നോവിക്കാൻ കഴിയുന്ന ഏറ്റവും കടുപ്പമുള്ള വാക്കെന്ന് പറയുന്നത് അത് അവരുടെ പ്രവൃത്തിയുടെ ഫലമാണ്. ഇത് വേറെ ഒരു തരത്തിൽ പ്രയോഗിക്കുന്ന മനുഷ്യരുണ്ട്. അവര് ഭക്തന്മാരുടെ വേർഷനിൽ പെടുന്നവരാ. ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു സങ്കടം വന്നാൽ അവിടെ ഓടിയെത്തും. എന്നിട്ട് പറയും, നിങ്ങൾ മാനസാന്തരപ്പെടാത്തതുകൊണ്ടാണ്. അവർക്ക് ഇത്രയും കാലം അവരെവിടായിരുന്നു? വീണ് കിടക്കുമ്പോഴല്ല, ഒരാൾ തകർന്നിരിക്കുമ്പോഴല്ല നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ പറയേണ്ടത്. ഇത് പറയുന്നവരും പറഞ്ഞത് കേട്ടിട്ടുള്ളവരും ഒക്കെ ആയിരിക്കും നമ്മളിൽ ചിലരെങ്കിലും. ചിലര് പറയും വിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ടാണെന്ന് പറയും. പറയാൻ ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ യേശു കുരിശിൽ കിടക്കുന്ന സമയത്ത് അതുവഴി, അല്ലെങ്കിൽ യേശുവിൻ്റെ കുരിശ് അനുഭവത്തോട് പല തരത്തിൽ പ്രതികരിച്ച മനുഷ്യരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ചില ആളുകൾ കാഴ്ചക്കാരാണ്. രണ്ടാമത്തെ ഗണത്തിൽപ്പെടുന്ന മനുഷ്യരാണ്. അവർ ആ അവസരം നോക്കി നമ്മളെ കുറ്റപ്പെടുത്താൻ, നമ്മുടെ കുറവുകൾ ചൂണ്ടിക്കാണിക്കാൻ അത് ആ അവസരം പ്രയോജനപ്പെടുത്തും. ഇത് നമ്മുടെ അനുഭവം മാത്രമല്ല, യേശുവിന് പോലും ഈ അനുഭവമാണ് നേരിട്ടത്. ഞാൻ എന്തിനാണിത് ക്രൂശിനോട് ചേർത്ത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇത്തരം അനുഭവങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ ധാരണ ഇത് ലോകത്തിൽ ആദ്യമായി അനുഭവിക്കുന്നത് നമ്മളാണെന്ന് ചിലപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചു പോകും. ഇപ്പം അമ്മായിയമ്മയും മരുമോളും കൂടെ വഴക്കമുള്ളൊരു വീടാണെന്ന് വിചാരിക്കുക. ഇവിടൊക്കെ അങ്ങനെ ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ അവിടെയൊക്കെ നാട്ടിലുണ്ട് അമ്മായിയമ്മയും മരുമോളും. അവർ തമ്മിൽ നല്ല ചകടായാന്ന് വിചാരിക്കുക, വഴക്കാന്ന് വിചാരിക്കുക. മരുമോൾക്ക് ഒരു മിസ്കാരിയേജ് വന്നാൽ, അബോർഷൻ വന്നാൽ, അമ്മായിയമ്മ എന്നോ പറയും, എന്നെ അവള് കുറെ പറയുമോ ഇല്ലയോ? നിങ്ങളെല്ലാം നല്ല രക്ഷിക്കപ്പെട്ടവരാന്ന് തോന്നുന്നു, ഒരുത്തരും ഒന്നും പറയൂല. അങ്ങനെ പറയും. ഞങ്ങൾ അച്ഛന്മാരും അങ്ങനെ പറയും. കുറേ കാലം മുമ്പ് ഞങ്ങളുടെ പള്ളിയിൽ ഒരു അച്ഛൻ വന്നു. അപ്പം അത്യാവശ്യം പള്ളിയിലൊക്കെ ഇച്ചിരി അഭിപ്രായ വ്യത്യാസവും വഴക്കുമൊക്കെയാണ്. അപ്പോൾ ഈ അച്ഛൻ ആദ്യത്തെ ഞായറാഴ്ച തന്നെ അച്ഛനോട് വഴക്കുണ്ടാക്കിയത് കൊണ്ട് കുഴപ്പത്തിൽ ചെന്നുപെട്ട ആളുകളുടെ ഒരു നീണ്ട പട്ടിക തന്നെ അച്ഛൻ നേരത്തെ ഇരുന്ന ഒരുത്തൻ എന്നോട് വഴക്കുണ്ടാക്കി, അവൻ സ്കൂട്ടർ മറിഞ്ഞ് അവൻ്റെ നടുവൊടിഞ്ഞു. വേറൊരുത്തൻ ഇങ്ങനെ കുറേ കഥകൾ പറഞ്ഞു. ഒരുത്തൻ എന്നോട് വഴക്കുണ്ടാക്കി, അവൻ്റെ തലയിൽ തേങ്ങ വീണു. വേറൊരുത്തൻ എന്നോട് വഴക്കുണ്ടാക്കി, അവനെ അമ്മായിയമ്മ ഒലക്കൊണ്ടടിച്ചു. ഇങ്ങനെ ഇതെല്ലാം കൂടെ കേട്ട് പിന്നെ ഞങ്ങളുടെ പള്ളിയിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു കുറച്ചു കാലത്തേക്ക്. ഞങ്ങൾ അച്ഛന്മാർ ഈ ആയുധം ഉപയോഗിക്കുന്നവരാ. ഏതെങ്കിലും കാരണവശാൽ ഞങ്ങൾക്കൊരു പ്രയാസം നിങ്ങളുണ്ടാക്കിയാൽ, നിങ്ങൾക്ക് ആ പോകുന്ന വഴിക്ക്, കമ്മിറ്റി കഴിഞ്ഞ് പോകുന്ന വഴിക്ക് എന്തെങ്കിലും നിങ്ങളെ പട്ടി കടിക്കുമോ, നിങ്ങൾ പട്ടിയെ കടിക്കുമോ, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഉടനെ ഞങ്ങൾ അച്ഛന്മാരെന്തായിരിക്കും പറയുന്നത്? അഭിഷിക്തനോട്, അഭിഷിക്തൻ എന്തും കാണിക്കാം. കാരണം ഇത് നമ്മൾ മനുഷ്യരായതുകൊണ്ട് നമ്മുടെ സാധാരണമായ ഒരു പ്രതികരണമാണ്. യേശു കുരിശേ കിടന്നപ്പോഴും അതുവഴി പോയവർ ചിലർ ദുഷിച്ചു, ചിലർ പറഞ്ഞു ഇവൻ്റെ പാപത്തിൻ്റെ ഫലമാണ് അനുഭവിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ചില ആളുകൾ കാഴ്ചക്കാരാണ്. ചില ആളുകൾ യേശുവിനെ ദുഷിച്ചതുപോലെ നമ്മുടെ സങ്കടങ്ങളിൽ നമ്മളെ ദുഷിക്കുന്നവരുമാണ്. മൂന്നാമത് മറ്റൊരു കൂട്ടരുണ്ട്. അവര് നമ്മുടെ സങ്കടം കാണുമ്പോൾ അവരങ്ങ് കരയും.
എന്തിനാ കരയുന്നതെന്നൊന്നും അവരോട് ചോദിക്കരുത്. അവര് ഭയങ്കര ഫീലിങ്സാ, എമ്പതി ഉള്ളവരാണ് കൂടുതൽ. യേശുവിനെ ക്രൂശിലേക്ക് കൊണ്ടുപോകുമ്പോൾ കുറേ സ്ത്രീകൾ എന്ത് ചെയ്യുന്നു? കരഞ്ഞും കൊണ്ട് അവൻ്റെ പുറകെ വന്നു. ഈ വിഭാഗത്തിൽ പെടുന്ന ആളുകളിൽ കൂടുതൽ ആരാ? പറ, ആർക്കാണ് ഈ വരം കൂടുതൽ? സ്ത്രീകളാണ്. അതൊരു കുറവായിട്ട് നിങ്ങൾ കാണണ്ട. അതൊരു എല്ലാവർക്കും അതിനുള്ളൊരു കഴിവില്ല. ഒരാൾക്കൊരു സങ്കടം വരുമ്പോൾ സങ്കടം തോന്നുക എന്ന് പറഞ്ഞൊരു നല്ല കഴിവാണ്. ചില മരണ വീടുകളിലൊക്കെ ചെല്ലുമ്പം അവിടെ നിൽക്കുന്ന ചില സഹോദരിമാർ കരിയുന്ന കണ്ട അവരുടെ ആരാണ്ടാ കുഞ്ഞമ്മയാ കിടക്കുന്നതെന്ന് തോന്നും, മരിച്ചു കിടക്കും. ഭയങ്കര കരച്ചിലും സങ്കടം. അതൊരു നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ഇങ്ങനെ കുറച്ച് ആളുകളുണ്ട്. അയ്യോ എന്നാലും അങ്ങനെ പറ്റിയല്ലോ എന്ന് പറഞ്ഞാൽ അവർ ആത്മാർത്ഥതയോടെ കരയുന്ന, അല്ലാതെ അതൊരു അഭിനയമല്ല, നമ്മളെ പറ്റിക്കാനല്ല, അവർക്ക് സങ്കടമുണ്ടെന്ന് കാണിക്കാനല്ല, അവർക്ക് ശരിക്കും സങ്കടമുണ്ട്. ഒരു രോഗിയെ കാണാൻ ചെന്നാൽ, ഒരു മരണ വീട്ടിൽ ചെന്നാൽ, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തോൽവി സംഭവിച്ച് അവർ ശരിക്കും കരയും. ഇവർ ഒരർത്ഥത്തിൽ കാഴ്ചക്കാർ തന്നെയാണ്. എന്നാൽ കാഴ്ചക്കാർക്കില്ലാത്ത ഒരു പ്രത്യേകത ഇവർക്കുണ്ട്, ഒരു സഹതാപമുണ്ട്. മറ്റവർക്കോ? കാഴ്ചക്കാർക്ക്, സ്പെക്ടേറ്റേഴ്സിന് ഇതൊന്നുമില്ല. അവരിങ്ങനെ വെറുതെ ഉണ്ട വിഴിഞ്ഞ പോലെ നിൽക്കും. ഇലക്ട്രിക് പോസ്റ്റ് പോലെയോ ടെലിഫോൺ പോസ്റ്റ് പോലെയോ ഒറ്റ നിപ്പ, ഒരു ഭാവവും. ഇവരും ഒരർത്ഥത്തിൽ ആരാണ്? കാഴ്ചക്കാരാ. പക്ഷേ കാഴ്ചക്കാർക്കില്ലാത്ത ഒന്നുണ്ട്. അത് ഒരാൾ സങ്കടപ്പെടുന്നത് കാണുമ്പോൾ, ഈ അച്ഛന്മാർ സ്ഥലം മാറിപ്പോകുമ്പോൾ ആരാ കരയുന്നത് കൂടുതൽ? അച്ഛന്മാർ രക്ഷപ്പെട്ടെന്നുള്ള സന്തോഷം കൊണ്ടാണെങ്കിൽ പോലും ആരായിരിക്കും കരയുന്നത്? ഈ കരച്ചിൽ കണ്ടാൽ നമ്മൾ വിചാരിക്കും മിക്കവാറും ഇവള് നമ്മുടെ ഒടിഞ്ഞു പോരുമെന്ന്. അമ്മാതിരി കരച്ചില. ആത്മാർത്ഥമായിട്ടാണ് കരയുന്നത്. ഈ അച്ഛൻ ഞങ്ങളുടെ പള്ളിയിൽ ഇത്രയും കാലമൊക്കെ ശുശ്രൂഷ ചെയ്തു, അല്ലെങ്കിൽ പഠിപ്പിച്ച സാറ് സ്ഥലം മാറി പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ 10ാം ക്ലാസ്സിൽ പാസ്സായി എല്ലാവരോടും കൂടെ തമ്മിൽ പിരിയുന്നു. ഭയങ്കര കരച്ചില. ഈ കൂട്ടരുടെ പ്രത്യേകത, ഇവർക്ക് ഭയങ്കര എമ്പതിയാണ്. യേശുവിൻ്റെ ക്രൂശാനുഭവത്തിൽ യേശു കുരിശെടുത്തപ്പം മുതൽ കരച്ചിലോട് കരച്ചില. ഇതിൽ നിന്നാണ് ഈ കരയോഗം എന്ന വാക്കുണ്ടായത്. ഇവർ യോഗം കൂടുന്നത് തന്നെ എന്തിനാ? കരയാൻ വേണ്ടിയാ. എന്തിനാ കരയുന്നതെന്ന് മാത്രം ചോദിക്കും. ചില ആളുകൾ സ്തോത്രം പറയുന്ന പോലെ എവിടാ പറയേണ്ടെന്ന് അറിഞ്ഞുകൂടാ. രാവിലെ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, അതിങ്ങനെ വേറെ പടക്കം പൊട്ടിക്കുന്ന പോലെ വിടും. നമ്മൾ പറയുന്നത് എന്തായിരിക്കും? ഇന്നടത്ത് അങ്ങോട്ട് പോയപ്പോൾ ഒരു ലോറി മറിഞ്ഞ് കുറച്ച് പേര് മരിച്ചു, സ്തോത്രം. ഇത് കേട്ടോ എന്തുവാന്ന്? ഭയങ്കര എമ്പതിയ. എൻ്റെ അമ്മ എപ്പോഴും എന്നോട് പറയും, ഞങ്ങൾ 2 ആമ്പിള്ളാര്, യൂസ്ലെസ് ആമ്പിള്ളാര് 2 ഞാൻ മൂത്ത യൂസ്ലെസ്, ഇളയ യൂസ്ലെസ് വീട്ടിലുണ്ട്. അപ്പോൾ ഈ മമ്മിക്ക് തലവേദനയോ ഒക്കെ വന്നാൽ ഞങ്ങൾക്ക് ഒരു ഫീലിങ്സും ഇല്ല. എടാ എനിക്ക് തലവേദന, എടാ ഇച്ചിരി വെള്ളം എടുത്തുണ്ടോ, പ്രത്യേകിച്ചൊരു വികാരമില്ല. ഞാനിപ്പം വികാരിയാണെങ്കിലും എന്തില്ല. അപ്പം എൻ്റെ അമ്മ എപ്പോഴും പറയും, ദൈവമേ നിൻ്റെയൊക്കെ സ്ഥാനത്ത് 2 പെമ്പിള്ളാരായിരുന്നേ മതിയായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാ തള്ളേ? ഒന്നുമില്ല, മരിച്ചു കിടക്കുമ്പോൾ നെഞ്ചത്തടിച്ച് കരയുള്ളൂ. ശരിയല്ലേ? എന്തിനാണ് ഈ സ്ത്രീകൾ ഇങ്ങനെ കിടന്ന് കരയുന്നത്? മുഴുവൻ കാശ് അടിച്ചുകൊണ്ട് പോയവരല്ലേ? വീട്ടിൽ അപ്പനുണ്ടാക്കിയ കാശ് മുഴുവൻ കൊണ്ടുപോയരാ.
അതുകൊണ്ടാണ് ഈ കല്യാണത്തിന് ഇറങ്ങാൻ നേരത്തും ശരിക്കും പെമ്പിള്ളാരല്ല കരയേണ്ടത്, അപ്പനാ കരയേണ്ടത്. കണ്ടാടി ഉണ്ടാക്കിയത് മുഴുവൻ കൊണ്ടുപോകും. പക്ഷെ കരയുന്ന ആരാ? സന്തോഷ കണ്ണുനീരാ, വിഷമം കൊണ്ടല്ല. കുറേ കാലമായിട്ട് ഇതും കൊണ്ട് പോകണമെന്ന് എനിക്ക് ഇപ്പോഴാ ഒരു അവസരം. ഇപ്പം എൻ്റെ അമ്മ പറയും, നിൻ്റെയൊക്കെ സ്ഥാനത്ത് 2 പെമ്പിള്ളാരായിരുന്നെങ്കിൽ അവർ നല്ലപോലെ കരഞ്ഞേനെ. അപ്പോൾ വലിയ സ്ത്രീകൾക്ക് പൊതുവെ ഭയങ്കര എമ്പതിയാണ്. ഇത് വേദപുസ്തകത്തിലും അങ്ങനെയാണ് അല്ലേ? നിങ്ങൾ നോക്കിക്കേ, യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്ന യേശു കുരിശൊക്കെ എടുത്ത് ഇങ്ങനെ കഷ്ടപ്പെട്ട് ചുമന്നു പോകുമ്പം കരയാൻ ആരേ ഉള്ളൂ? സ്ത്രീകളെ ഉള്ളൂ. പുരുഷന്മാരെന്താ കരയാൻ കൂടാഞ്ഞ്? കരയാൻ അതൊരു മോശം ക്വാളിറ്റിയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒരു പക്ഷേ നിങ്ങളുടെ ഭർത്താക്കന്മാരോ അപ്പന്മാരോ ഒക്കെ കളിയാക്കുമായിരിക്കും, പക്ഷെ അതൊരു നല്ല ക്വാളിറ്റിയാണ്. എൻ്റെ ഒരു മാവിയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വല്യപ്പച്ചൻ്റെ അളിയൻ മരിച്ചു. അപ്പം എനിക്കന്നൊരു 10 വയസ്സോ എല്ലാം കാണും. അപ്പോൾ ഈ പഴയ അന്നത്തെ ഒരു രീതി അനുസരിച്ചിട്ട് മരണ വീട്ടിൽ ഓരോരുത്തർ വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഒരു 2 മിനിറ്റത്തേക്ക് കരയണം, പിന്നെ നിർത്തി ചായ കുടിച്ച് അപ്പോഴത്തേക്കായിരിക്കും അടുത്ത അമ്മാച്ചൻ വരും. നമ്മൾ വീണ്ടും അയ്യോ എൻ്റെ അപ്പച്ചൻ പോയെന്ന് പറഞ്ഞ് അങ്ങനെ മരുന്ന് അനുസരിച്ചിട്ട് നമ്മൾ കരയണം. അപ്പോൾ ഈ അമ്മായിയല്ല മാവിയുടെ പ്രത്യേകത സ്വിച്ച് ഇടുന്ന പോലെ കരയും. ആരും നല്ല ചിരിച്ച് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആരെങ്കിലും ഒരൊറ്റ കരച്ചില്. അപ്പോൾ എൻ്റെ അപ്പൻ ഒരൊറ്റ ചാടി ചോദിച്ചു, എന്തോന്നടി ഇങ്ങനെ കിടന്ന് കരയുന്നതെന്ന് വെച്ചു. ഒരു സ്വിച്ച് ഓഫ് ആക്കിയിട്ട് പിന്നെ ചിരിക്കും. നല്ല കണ്ണുനീരൊക്കെ വരും. അപ്പോൾ എമ്പതി എവിടെയെങ്കിലും കാണുമായിരിക്കും. യേശുവിനെ കൊണ്ടുപോയ സമയത്ത് കരയാൻ കുറേ സ്ത്രീകളുണ്ടായിരുന്നു. അവർക്ക് ഭയങ്കര സഹാനുഭൂതിയാണ്, എമ്പതിയാണ്. ഞാൻ ഈ എമ്പതി എന്നൊക്കെ ഈ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് കൂടത്തായി ജോളിയൊന്നുമില്ല. ഞാൻ ഈ അല്ലാത്ത ഗ്രീഷ്മയൊന്നുമില്ല, സാധാരണ സ്ത്രീകളെ ഉപയോഗിച്ചു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൂടത്തായി ജോളിയുടെ കഥ പറഞ്ഞപ്പം എന്നോട് തിരുമേനി പറഞ്ഞു, എൻ്റെ ബ്രദറാണത് കണ്ടുപിടിച്ച്. അതെന്തിനാ എന്നോട് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാനൊന്ന് സൂക്ഷിക്കണമെന്ന് വല്ലതും വിചാരിച്ചാണോ? നമ്മൾ ഈ മനുഷ്യരായിട്ടുള്ള സ്ത്രീകളുടെ കാര്യമാണ് പറഞ്ഞത്, അല്ലാതെ നമ്മൾ അല്ലാതുള്ള ആളുകളുടെ ആ ഗണത്തിൽപ്പെട്ടവരുടെ കാര്യമല്ല ഈ പറയുന്നത്. കഷായം ഗ്രേഷ്മയുടെ കഥയൊന്നും അല്ല, നമ്മളല്ലാത്ത സാധാരണ മനുഷ്യരായിട്ടുള്ള സ്ത്രീകളുടെ കഥ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, സ്ത്രീകൾക്ക് പൊതുവെ വലിയ എമ്പതിയാണ്. നമ്മുടെ ജീവിതത്തിലും രോഗമോ പ്രയാസമോ സങ്കടമോ ഒക്കെ വരുമ്പം നമ്മൾ ആശുപത്രിയിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുമ്പോൾ വന്നിച്ച് നിൽക്കുന്ന കണ്ടാൽ നമുക്ക് തന്നെ നമ്മൾ നോക്കും, പഞ്ഞി വല്ലതും ഉണ്ടോ, ചത്ത് കിടക്കുന്ന പോലെ ഈ പുള്ളിക്കാരിയുടെ നിപ്പ്. എന്തോ ഒരു എമ്പതിയാണെന്നറിയാമോ? ഞാനത് തമാശയായിട്ട് പറഞ്ഞെങ്കിലും അതൊരു നല്ല ക്വാളിറ്റിയാണ്. പക്ഷേ നമുക്കെന്തെങ്കിലും ഗുണമുണ്ടോ? ഈ കിടക്കുന്ന അവസ്ഥയ്ക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പ്രയോജനമുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ, കരയും. എമ്പതൈസേഴ്സ്. അപ്പം നമ്മൾ ഒന്നാമത് കണ്ടത് സ്പെക്ടേറ്റേഴ്സാണ്, കാഴ്ചക്കാരാ. 2 അക്യൂസേഴ്സ്. പമ്മിങ്ങനെ ഇരിക്കും, നമുക്കൊരു ഗ്രഹപ്പിഴയോ പ്രയാസമോ വരുമ്പോൾ ആ അവസരത്തിൽ കുറ്റപ്പെടുത്തും. അപ്പം സ്പെക്ടേറ്റേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട്. 2ാമത്തെ വിഭാഗമാണ് അക്യൂസേഴ്സ്. നമ്മുടെ ജീവിതത്തിലും യേശുവിനെ പോലെ നമുക്കും പറയാനുണ്ടാവും കാര്യങ്ങൾ. 3ാമത്തെ കൂട്ടരാണ് എമ്പതൈസേഴ്സ്. അവർക്ക് വലിയ സഹാനുഭൂതിയാണ്. 4ാമതൊരു കൂട്ടരുണ്ട്, പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ കണ്ടം വഴി ഓടും. അങ്ങനെയുള്ള നമ്മൾ ഈ പിള്ളേരുടെ ന്യൂജൻ ഭാഷയിൽ പറയുന്നതാണ് കണ്ടം വഴി ഓടുന്നവർ എന്ന് പറഞ്ഞാൽ. നമുക്കൊരടിയോ ഒരു പരുവക്കേടോ വന്നാൽ ഇട്ടിട്ടോടും. നമ്മളെ ഉപേക്ഷിക്കുന്ന ആളുകളാണ്. They abandon you or they leave you.
യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനോട് ചേർത്ത് നമ്മൾ പല മനുഷ്യരെ കാണുന്നുണ്ട്. ശിഷ്യന്മാരെന്തൊക്കെയാ യേശുവിനോട് പറഞ്ഞേ? ഒരാൾ പറഞ്ഞു പുള്ളി വാളുമായിട്ടാണ് നടക്കുന്നത്. പുള്ളി ഈ മറ്റേ നമ്മുടെ മലബാറിലൊക്കെ ഉള്ളതുപോലെ ചേകവ ഫാമിലിയാണ്. വടക്കൻ വീരഗാഥയിലെ ചന്തുവിൻ്റെ റിലേറ്റീവായിട്ട് വരും. വെട്ടുന്നു, ഭയങ്കര വെട്ട. പുള്ളി ഒരു വാളും ഒക്കെ ആയിട്ട് യേശു അപകടത്തിലായപ്പം വെട്ടുന്നു. വേറൊരു കൂട്ടർ പറഞ്ഞു ജീവൻ പോയാലും ഞങ്ങൾ തന്നെ ഉപേക്ഷിക്കത്തില്ല. എന്തൊക്കെയായിരുന്നു! മലപ്പുറം കത്തി, നാടൻ ബോംബ്. യേശുവിനെ പിടിച്ചെന്നറിഞ്ഞപ്പം ഈ കക്ഷികൾ കണ്ടം വഴി ഓടി. അതുകൊണ്ടാണ് മർത്തോമായുടെ ഈ പീഡാനുഭവ വാരത്തെ ക്രമത്തിൽ പറഞ്ഞു, തോമസേ നീ എവിടാ? അവൻ കണ്ടം വഴി എന്നേ ഓടി. അന്ത്രയോസേ എല്ലാം പറഞ്ഞ ഈ മറ്റേ ഡയലോഗ് പറഞ്ഞ പോലെ, ഞാൻ നോക്കും വെട്ടും മാന്തും, ഒരുത്തനെയും കാണാനില്ല, എല്ലാവരും ഓടി. സ്വന്തം തടി കേടാകുന്നു എന്നറിയുമ്പോൾ എല്ലാവരും ഓടും. ഇതിൽ ഒരു പുള്ളി മാത്രം, പുള്ളി ഓടിയില്ല. എന്നാലും ഇവിടെ എന്തോ നടക്കുന്നതെന്നൊന്ന് അറിയാമെന്ന് വിചാരിച്ച് പുള്ളി ഇങ്ങനെ പതുക്കെ മാറിയൊക്കെ നിൽക്കുക. അപ്പം മറ്റവരെക്കാൾ ഭേദമാണ് ആര്? ഈ ചേട്ടൻ. കാരണം മറ്റവരൊക്കെ എന്ത് ചെയ്തു? കണ്ടം വഴി റബ്ബറും തോട്ടത്തിൽ കൂടെ ഓടി. നിന്നെ വിട്ട് ഒരിടത്തും പോകത്തില്ല, എന്തൊക്കെയായിരുന്നു. അപ്പോൾ ഈ ചേട്ടൻ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അതുവഴി ഒരു പെങ്കൊച്ച് കപ്പലണ്ടിയെ വിൽക്കാൻ എങ്ങാണ്ട് അതുവഴി വന്നു. നോക്കിയപ്പോൾ നല്ല പരിചയം, പല പ്രാവശ്യം ഈ കിടക്കുന്ന പുള്ളിയുടെ കൂടെ കണ്ടിട്ടുള്ളതാണ്. നീ ആ പുള്ളി തമ്മിൽ? ഏത് പുള്ളി? നിങ്ങൾ തമ്മിൽ? ആര്? എപ്പോ? ചുമ്മാ അനാവശ്യം പറയല് കൊച്ചേ. ഇന്നലെ എന്തോ പറഞ്ഞേ? വാളൊക്കെ ഊരി വെട്ടിയ കക്ഷിയാണ്. ഇപ്പം കട്ടയം പടം മടക്കി പമ്മി ഒതുങ്ങി ഒരു മൂലയ്ക്കിരിക്കുക. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ വേറൊരു തന്നെ സോഡ വിൽക്കാൻ അത് വഴിയോ. നിങ്ങൾ തമ്മിൽ? ആര്? അയ്യോ യേശു എന്നോ? അതാരാ? പിന്നെ ഒരുത്തിനോട് ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു, അങ്ങ് പ്രാകാനും ആണയിടുവാൻ. അയ്യോ എനിക്കൊരു പരിചയവും ഇല്ല മനുഷ്യന്. നമ്മുടെ യഥാർത്ഥ കൂട്ടുകാർ ആരെന്നറിയാൻ നമ്മളൊന്ന് കുരിശ കയറിയാൽ മതി. ഒരാളും നിങ്ങളുടെ കൂടെ നിൽക്കും എന്ന് നിങ്ങൾ കരുതരുത്. ചിലർ കാഴ്ചക്കാരാണ്. സം ആർ സ്പെക്ടേറ്റേഴ്സ്. എപ്പോഴും കൂടെ കാണും, പക്ഷേ ഒരു പ്രയാസം വരുമ്പോൾ അവർ നോക്കി നിൽക്കും. വേറെ ചില ആളുകൾ ആ അവസരത്തിൽ നമ്മുടെ പൂർവ്വകാലം നമ്മെ ഓർമ്മിപ്പിക്കുകയോ നമ്മുടെ എന്തെങ്കിലും കുറവുകൾ പറഞ്ഞ് നമ്മെ ദുഷിക്കുന്നവരോ ആയിരിക്കും. വേറൊരു കൂട്ടരുണ്ട്, നമ്മൾ ക്രൂശേ കയറുമ്പം വെറുതെ നോക്കിക്കരയും. കരയാനല്ലാതെ ആ പാവം സ്ത്രീകൾ അവർ നിസ്സഹായരാണ്. അപ്പൊ ഈ എംപതൈസേഴ്സിന്റെ, കരയുന്നവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് സഹാനുഭൂതിയുണ്ട്, പക്ഷേ അവർ നിസ്സഹായരാണ്. അവരുടെ കയ്യിൽ ഒന്നുമില്ല. ആകെ ചെയ്യാൻ കഴിയുന്നത് കരയാൻ മാത്രമാണ്. നാലാമത്തെ കൂട്ടരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. യേശുവിൻ്റെ ശിഷ്യന്മാർ, യേശു സൗഖ്യമാക്കിയവർ, യേശു കാഴ്ച നൽകിയവർ, യേശു ഉയർപ്പിച്ചവർ, യേശു പോഷിപ്പിച്ചവർ. ഒറ്റ ഒരുത്തരെയും കാണാനില്ല. നമ്മൾ ഉപകാരം ചെയ്ത മനുഷ്യർ നമ്മുടെ സങ്കടങ്ങളിൽ ഒപ്പം കാണും എന്ന് പ്രതീക്ഷിക്കരുത്. കാരണം ഒരാൾക്കും അവനവൻ്റെ ജീവനേക്കാൾ വലുതല്ല നമ്മുടെ ജീവൻ.
നമുക്ക് അനുകൂലമായി സംസാരിക്കുമെന്ന് കരുതുന്ന മനുഷ്യനുണ്ട്, സംസാരിക്കില്ല. എന്താ കാര്യമെന്നറിയാമോ? സ്വന്തം ഭാവിയേക്കാളും സ്വന്തം ജീവനേക്കാളും മനുഷ്യർക്ക് വലുതല്ല മറ്റൊരാളുടെ ജീവൻ. അതുകൊണ്ടാണ് ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒപ്പം നിൽക്കാൻ മനുഷ്യർ തയ്യാറാകാത്തത്. ഞങ്ങളുടെ ഭാഗ്യസ്മരണീയനായ ജോസഫ് മാർത്തോമായെക്കുറിച്ച് എല്ലാവരും പറയുന്ന ഒരു കാര്യം, ഒരു പ്രയാസം വരുമ്പം ഒപ്പം നിൽക്കും. ഞാൻ അതിനെക്കുറിച്ച് അടുത്ത ഭാഗത്ത് വരുമ്പോൾ പറയാം. ഉപേക്ഷിച്ചിട്ട് പോകുന്നവർ, they abandon you. അവരെ വേണമെങ്കിൽ നമുക്ക് ഫോർസേക്കേഴ്സ് എന്ന് വിളിക്കാം. ഉപേക്ഷിച്ചിട്ട് ഓടിക്കളയും. വേറൊരുത്തൻ്റെ തുണിയുടെ അറ്റത്ത് പിടിച്ച് അവൻ ആ തുണി അവിടെ ഇട്ടിട്ട് ഓടി. ഇത് ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും നിങ്ങളിൽ ചിലരെങ്കിലും അനുഭവിച്ചിട്ടുള്ള സത്യമാണ്. ഒപ്പം നിൽക്കും എന്ന് ചിന്തിക്കുന്നവർ ഒപ്പിക്കുന്ന അവസരങ്ങളുണ്ട്. അത് നമ്മുടെ കുഴപ്പമോ നമ്മൾ മോശക്കാരോ ആയതുകൊണ്ടല്ല. സർവശക്തനായ യേശു തമ്പുരാന് പോലും അതാണ് അവസ്ഥയെങ്കിൽ നമ്മളൊക്കെ എത്രയോ സാധാരണക്കാരാണ്. അഞ്ചാമത് ഒരു കൂട്ടരുണ്ട്. അവരവിടെ നിൽക്കും. അപ്പോൾ ഒരു കൂട്ടർ നമ്മൾ കണ്ടു, ദേ വെർ സ്പെക്ടേറ്റേഴ്സ്. അവരിങ്ങനെ കാഴ്ചക്കാരാണ്. അവരിങ്ങനെ ഉത്സവപ്പറമ്പിലൊക്കെ നിൽക്കുന്നത് പോലെ അവർക്ക് ഇതെല്ലാം ഒരു കാഴ്ചയാണ്, അവർക്കിതെല്ലാം ഒരു കൗതുകമാണ്. അപ്പോൾ ഒന്നാമത്തെ കൂട്ടരെ കുറിച്ച് പറയുന്നത് സ്പെക്ടേറ്റേഴ്സ്. രണ്ടാമത്തെ കൂട്ടർ അക്യൂസേഴ്സ്. ഒരവസരം വരുമ്പോൾ നമ്മളിൽ കുറ്റം കണ്ടെത്താൻ വല്ലാതെ ഉത്സാഹിക്കുന്ന മനുഷ്യർ. മൂന്നാമത്തെ കൂട്ടരാണ് എംപതൈസേഴ്സ്. സങ്കടം വരുമ്പോൾ അവർ ഇങ്ങനെ കണ്ട് കരയും. നാലാമത്തെ കൂട്ടരെ കുറിച്ചാണ് നമ്മൾ അവസാനമായി പറഞ്ഞത്, ദേ ആർ ഫോർസേക്കേഴ്സ്. അവർ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഓടിപ്പോകും. എന്നാൽ അഞ്ചാമത്തെ കൂട്ടരാണ് they stood at the feet of the cross. അവർ കുരിശിന്റെ ചുവട്ടിൽ തന്നെ നിന്നു. നമുക്ക് വേണ്ടിയത് കാഴ്ചക്കാരെയും കുറ്റപ്പെടുത്തുന്നവരെയും നമ്മളുടെ സങ്കടങ്ങളിൽ കരയുന്നവരെയും ഉപേക്ഷിക്കുന്നവരെയും അല്ല. എല്ലാവരും ഉപേക്ഷിക്കുമ്പോൾ ഒപ്പം നിൽക്കുന്ന മനുഷ്യരെയാണ്. യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ കുറച്ച് പാവം സ്ത്രീകൾ നിന്നു. ഞാൻ അവർക്ക് വിളിക്കുന്ന പേരാണ് സഭ. യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ ശിഷ്യന്മാരും യേശു ഉപകാരം ചെയ്തവരും എല്ലാവരും ഓടിപ്പോയപ്പോൾ പേടിയില്ലാതെ ആ കുരിശിൻ്റെ ചുവട്ടിൽ അവൻ്റെ അവസാനം വരെ നിന്ന കുറച്ച് സ്ത്രീകളുണ്ട്. ആ സ്ത്രീകൾ അവർക്ക് കൊടുക്കാവുന്ന പേരാണ് സഭ. ഇതേ സ്ത്രീകൾ തന്നെയാണ് ഉയർപ്പിൻ്റെ ദിവസം അതിരാവിലെ സമയം, എല്ലാവരും പേടിച്ചിരിക്കുന്ന സമയം, അതിരാവിലെ അവർ കല്ലറയിലെ കല്ല് ഉരുട്ടി മാറ്റുമെന്നൊന്നും ഉറപ്പില്ലെങ്കിലും കയ്യിൽ കരുതിയ സുഗന്ധവുമായി ചെന്നവർ. ഇതാണ് സഭ, ഇതായിരിക്കണം സഭ. അല്ലാതെ കാഴ്ചക്കാരെ പോലെയോ കുറ്റപ്പെടുത്തുന്നവരെ പോലെയോ എംപതൈസേഴ്സിനെ പോലെയോ ഫോർസേക്കേഴ്സിനെ പോലെയോ അല്ല. ഒപ്പം നിൽക്കണം. അങ്ങനെ ഒപ്പം നിൽക്കുന്ന മനുഷ്യരെയാണ് സഭ എന്ന് വിളിക്കേണ്ടത്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ഞാൻ ഞങ്ങളുടെ മെത്രാപ്പൊലിത്തായെ കുറിച്ച് പറഞ്ഞല്ലോ.
ധാരാളം ഉദാഹരണങ്ങൾ പറയാം. അതിലൊന്ന് നമ്മുടെ കൊട്ടാരക്കരയിലെ ഒരു ജനപ്രതിനിധിയുടെ വീട്ടിൽ ഒരു ചെറിയ പ്രയാസം ഉണ്ടായി, കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ തിരുമേനി എന്ന് അടൂര് ഭദ്രാസനത്തിൻ്റെ ചുമതലയിലാണ്. അപ്പോൾ ആരോ, അന്ന് ഇന്നത്തെ പോലെ TV ഒന്നുമുള്ള കാലമല്ല, അപ്പോൾ ആരോ പറഞ്ഞു ആ ജനപ്രതിനിധിയുടെ വീട്ടിൽ വലിയ പ്രയാസമാണ്, ആളുകൾ കൂടിയിരിക്കുന്നു, ആളുകൾ അക്രമാസക്തരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഈ ജനപ്രതിനിധിയും തിരുമേനിയും തമ്മിൽ വലിയ കൂട്ടാണ്, വലിയ സുഹൃത്തുക്കളാണ്. സഭയുടെ ധാരാളം കാര്യങ്ങളിൽ അദ്ദേഹം സഹായിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ തിരുമേനി പറഞ്ഞു, ഡ്രൈവറോട് പറഞ്ഞു, രാജു വണ്ടി എടുക്ക്, നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഈ സമയത്ത് പോകരുത്, പോകുന്നത് അപകടമാണ്, ആളുകൾ വളരെ വയലൻ്റാണ്, എന്ത് ചെയ്യുമെന്നറിഞ്ഞുകൂടാ. അപ്പോൾ തിരുമേനി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പോൾ പോകുന്നതിനല്ലേ കാര്യം. ഒരു സുഹൃത്തെന്ന് പറഞ്ഞാൽ എല്ലാവരും എതിരാകുമ്പോൾ ഒപ്പം നിൽക്കുന്നവൻ്റെ പേരാണ് സുഹൃത്ത്. അത് ഒരു ചെറിയ വാക്കല്ല. ആരാണ് നല്ല കൂട്ടുകാരൻ? കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ രാവിലെ ആരോ അയച്ചു തന്ന ഗുഡ് മോർണിംഗ് മെസ്സേജ് നമുക്ക് ഫോർവേഡ് ചെയ്യുന്ന ആളുടെ പേരല്ല. കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഇതാണ്. തിരുമേനി പോയി, ജനപ്രതിനിധിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം ആരും അടുക്കാത്ത സമയത്ത് അടുത്ത് ചെല്ലുന്നവൻ്റെ പേരാണ് സുഹൃത്ത്. അപാര ധൈര്യമുള്ള മനുഷ്യനായിരുന്നു ജോസഫ് മാർത്തോമ. ഞാൻ പറയാൻ വന്നത്, അവിടെ പോയാൽ അദ്ദേഹത്തിന് നാണക്കേടുണ്ടാവാം. പത്രങ്ങളിലൊക്കെ കൂട്ടുകാരൻ എന്ന വാക്കിന് ഒരർത്ഥമുണ്ട്. മറ്റൊരു ഉദാഹരണം കൂടെ പറയാം. ഞങ്ങളുടെ ഒരു വൈദികൻ ഒരു കൊലക്കേസിൽ പെട്ടു. കൊലക്കേസിൽ പറഞ്ഞാൽ അദ്ദേഹം കൊന്നു എന്ന അർത്ഥത്തിലല്ല. ഒരു മദ്യപാനിയായ മനുഷ്യനെ ഇത് മോചിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, ഡി അഡിക്ഷൻ സെന്റേഴ്സ് എന്ന് പറയും. അവിടെ കൊണ്ടുപോയി. ഇച്ചിരി വെള്ളം തരാം, ഇച്ചിരി വെള്ളം തരാം. പണ്ടൊക്കെ വെള്ളം തരുമായിരുന്നു വരുമ്പോൾ. ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയാണോ? ചുമ്മാ പറഞ്ഞ, തിരുമേനിയോടുള്ള ഇഷ്ടം കൊണ്ട് പറഞ്ഞു. അപ്പോൾ ഈ വീട്ടുകാർ പറഞ്ഞു, ഈ പുള്ളിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, കാരണം വലിയ ശല്യമാണ് മദ്യപാനം കൊണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, പിന്നെന്താ നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞു. അന്ന് ഈ അംബാസഡർ കാറൊക്കെ ഉള്ളൂ, ഇന്നത്തെ പോലെ വലിയ കൂടിയ കാറുകൾ. അപ്പം ഈ കള്ളു കുടിക്കുന്ന ആളെ ഇതുവഴിയാണ് വരുന്നത്. ബൂസ്റ്റ് അല്ല അല്ലേ, റൈറ്റ്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളൊരു കാറൊക്കെ വിളിക്കാം. അങ്ങനെ ഈ മദ്യപാനിയായ അല്ലെങ്കിൽ അതിൽ നിന്നും രക്ഷ ആഗ്രഹിക്കുന്ന മനുഷ്യൻ, പക്ഷെ അദ്ദേഹത്തിന് താല്പര്യമില്ല ഇത് നിർത്താൻ. ചേട്ടന്മാർക്കും അനിയന്മാർക്കും ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ നമ്മുടെ ടാസ്കി വിളിച്ചു, പഴയ ടാസ്കി വിളിയിടാന്ന് പറഞ്ഞ പോലെ ഒരു ടാസ്കി വിളിച്ച്, ടാക്സി വിളിച്ചു. എന്നിട്ട് അകത്തെ കയറ്റി. എന്നിട്ട് ഈ ഡ്രൈവർ ഓടിക്കുന്നുണ്ട്, അച്ഛൻ ഫ്രണ്ടിലിരുന്നു. അപ്പോൾ ഈ മദ്യപാനിയായ മനുഷ്യൻ ചേട്ടൻ്റെ അനിയൻ്റെ നടുക്കിരുന്നു. AC കാറൊന്നും അല്ലല്ലോ, അപ്പോൾ ഇങ്ങനെ പോകുന്നു. അപ്പം ഇദ്ദേഹം അകത്തിരുന്നുകൊണ്ട്, അപ്പം നല്ലപോലെ സേവിച്ചിട്ടുണ്ട്, അകത്തിരുന്നുകൊണ്ട് നല്ല മനോഹരമായ സംസ്കൃത ശ്ലോകങ്ങൾ പറയാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. കുഞ്ചൻ നമ്പ്യാർ തോറ്റു പോകുന്ന തരത്തിൽ, കേട്ടാൽ തെറിയാണെന്ന് നമുക്ക് തോന്നും, പക്ഷെ പുള്ളിക്ക് അതല്ല. അപ്പം അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു. അപ്പം അച്ഛൻ ഫ്രണ്ടിൽ ഇരിക്കുന്നു, ഈ വണ്ടിക്കകത്തുനിന്ന് തെറിയെല്ലാം കൂടെ കേൾക്കുമ്പോൾ നാട്ടുകാരെന്ന് വിചാരിക്കും. അതുകൊണ്ട് ഇദ്ദേഹത്തെ ഒന്ന് ശാന്തരാക്കാൻ വേണ്ടി, ചീത്ത പറയാതിരിക്കാൻ വേണ്ടി വായൊന്ന് പിടിച്ചപ്പം ആ വെപ്രാളത്തിലായിരിക്കാം, മൂക്കും കൂടെ അറിയാതെ അങ്ങ് പൊത്തി. ആ സമയത്തെ ഒരു വെപ്രാളത്തിലാണ് ഈ ചേട്ടൻ അങ്ങ് മരിച്ചു. പച്ചയ്ക്ക്
പുള്ളി പച്ചയ്ക്കല്ലെങ്കിലും പച്ചയോടെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്ന ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ്റെ മരണവാർത്തയാണ് കേൾക്കുന്നത്. എന്തോ ചെയ്യും? ഇവർ 4 പേരും കൂട്ടുപ്രതികളാണ്. സത്യം എന്താണെന്ന് തമ്പുരാനല്ലേ അറിയത്തുള്ളൂ. പോലീസ് ഏതു നിമിഷവും അറസ്റ്റ് ചെയ്യും. ഈ അച്ഛൻ ഓടി അന്നത്തെ മെത്രാപ്പൊലിത്താരുടെ അടുക്ക് ചെന്നിട്ട് പറഞ്ഞു, ഇന്നതുപോലൊരു പ്രയാസമുണ്ട്, തിരുമേനി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു. അതിന് വലിയ മുടക്കൊന്നുമില്ലല്ലോ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു. അതിന് എന്തെങ്കിലും 5 പൈസയുടെ മുടക്കുണ്ടോ? അപ്പോൾ എല്ലാവരും പറഞ്ഞു, അയ്യോ ജോസഫ് മാർത്തോമായ എന്ന്, അദ്ദേഹം ജോസഫ് മാർത്തോമായല്ല, ജോസഫ് മാർ ഐറേനിയോസ്, അദ്ദേഹത്തെ ചെന്നൊന്ന് കാണാം അടൂര്, അദ്ദേഹം എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല. രാത്രി രാമാനം അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഇന്നതുപോലെയാണ്, ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ കാര്യങ്ങളൊക്കെ ഇതിനുള്ളിൽ തിരുമേനി അറിഞ്ഞു. അച്ഛൻ ഇവിടെ താമസിച്ചോ രാത്രി, ഞാൻ നോക്കിക്കോളാം. എന്താ തിരുമേനി പറഞ്ഞത്? ഒരാൾ പറയുന്നു പ്രാർത്ഥിച്ചിട്ട് എവിടെങ്കിലും പോയി രക്ഷപ്പെട്ടു. ദിവസം പറഞ്ഞു, ഇവിടെ താമസിച്ചു, ഞാൻ നോക്കിക്കോളാം. അച്ഛൻ നിരപരാധിയാണെന്ന് എനിക്കറിയാം, നടന്നതെന്താണെന്നും എനിക്കറിയാം. അച്ഛൻ ഇവിടെ താമസിക്കും. വെളുപ്പിനെ തിരുവനന്തപുരത്ത് പോയി. അന്ന് കരുണാകരനാണ് ആഭ്യന്തരമന്ത്രി. അദ്ദേഹത്തെ കണ്ട് നടന്ന കാര്യങ്ങളെല്ലാം ധരിപ്പിച്ച്, ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് ഒപ്പം നിൽക്കുക എന്ന് പറഞ്ഞ്. അല്ലാതെ അവാർഡ് കിട്ടുമ്പോഴും ജോലി കിട്ടുമ്പോഴും റാങ്ക് കിട്ടുമ്പോഴും അച്ഛനാവുമ്പോഴും ബിഷപ്പാവുമ്പോഴും കൂടെ നിൽക്കുന്നവരല്ല സുഹൃത്തുക്കൾ. യേശുവിൻ്റെ യഥാർത്ഥ സ്നേഹിതരാരാര്? Those who stood at the feet of Jesus when he was on the cross. ഈ പാവം സ്ത്രീകളുണ്ടല്ലോ, അവരുടെ പേരാണ് എന്ത്? സഭ. ഇത് തന്നെയാണ് ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. കുരിശിൻ്റെ ചുവട്ടിൽ അവൻ്റെ ഒപ്പം നിൽക്കുക. യേശുവിൻ്റെ സ്ഥാനത്ത് ഇന്ന് നമ്മുടെ കുടുംബത്തിലുള്ളവരോ, നമ്മുടെ അയൽപ്പക്കത്തുള്ളവരോ, നമ്മുടെ സ്നേഹിതരോ ചാർച്ചക്കാരോ ഒക്കെ ആവാം, വല്ലാതെ ഒറ്റപ്പെട്ടു എന്ന് തോന്നുമ്പോൾ, ഒറ്റയ്ക്കായി എന്ന് തോന്നുമ്പോൾ, ഒറ്റപ്പെടുത്തി എന്ന് തോന്നുമ്പോൾ, ഒറ്റിക്കൊടുക്കാതെ ഒപ്പം നിൽക്കാൻ കഴിയുന്ന കുറച്ചു പേരുണ്ടെങ്കിൽ ജീവിതം ധന്യമായി. ഞാൻ തുടങ്ങിയത് ഒരു ചെറിയ ചോദ്യം കൊണ്ടാണ്. നമുക്ക് സുഹൃത്തുക്കളാണോ ശത്രുക്കളാണോ കൂടുതൽ? ഒരു കുറ്റവും ഒരു ദോഷവും ചെയ്യാത്ത യേശുവിൻ്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ എത്രയോ ബലഹീനരാ. ഒപ്പം നിൽക്കുന്നവന് നമ്മുടെ നാട്ടിലൊരു പേരുണ്ട്, സഖാവ് എന്നാണ് പേര്. ഇന്നതിൻ്റെ അർത്ഥമൊക്കെ മാറി. ഇന്ന് ഗുണ്ടയ്ക്കും ക്രിമിനലിനും പോലും ആ വാക്ക് ഉപയോഗിക്കും. പക്ഷേ ആ വാക്ക് ഒരു പരിശുദ്ധമായ വാക്കാണ്. ആദിമസഭയിലെ ക്രിസ്ത്യാനികൾക്ക് ചേർന്ന വാക്കാണത്. എന്താണ്? ഒപ്പം നിൽക്കും. ഞാൻ എന്താ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ചു മനുഷ്യർ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കും, നിങ്ങളുടെ ഒപ്പം നിൽക്കും. എന്നാൽ ഒരു കാര്യം കൂടെ അതിനോട് ചേർത്ത് പറയണം, നിങ്ങൾ പ്രതീക്ഷിക്കാത്തവരായിരിക്കും അവിടെ നിങ്ങളോടൊപ്പം നിൽക്കുക. പലപ്പോഴും we get carried away by some of the claims made by our friends. നമ്മൾ പെട്ടെന്ന് വിചാരിക്കുന്ന എന്താണ്? തോമസ് എൻ്റെ കൂടെ കാണും, പത്രോസ് എൻ്റെ കൂടെ കാണും, കാരണം അവരാണ് കൂടുതൽ ഉറക്ക സംസാരിക്കുന്നത്, അവരാണ് കൂടുതൽ ഉച്ചത്തിൽ കാര്യങ്ങൾ പറയുന്നത്,
അപ്പോൾ നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത് ഇവരൊപ്പം കാണും എന്നതിലാണ്. അല്ല, ഒരു സൈലന്റ് മൈനോറിറ്റി ഉണ്ട്, ഒരു ചെറിയ ന്യൂനപക്ഷം എല്ലാ ദേശത്തും എല്ലാ പള്ളിയിലുമുണ്ട്. അവർ നമ്മളെടുക്കൽ വന്ന് വലിയ അവകാശവാദങ്ങളൊന്നും പറയില്ല. തിരുമേനി ധൈര്യമായിട്ട് പൊക്കോ, ഞാനും കൂടെ ഉണ്ട്. എൻ്റെ തിരുമേനി ഇവനെ ഒന്നും വിശ്വസിക്കില്ല, ഇവനൊക്കെ കണ്ടം വഴി ഓടും. അച്ഛൻ ധൈര്യമായിട്ട് പോവച്ച, ഞാൻ ഇറുക്ക്, ഇവൻ പിന്നെ ഇറുക്കും. ഞാൻ ഇറുക്ക് എന്നൊക്കെ പറഞ്ഞ് കയറി വെച്ചാൽ അവസാനം നമ്മൾ ഇറുക്കി ഒരു പരിവാവും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് സാധു മനുഷ്യരുണ്ട്. ഞാൻ പറയും, ഈ സഭയുടെ ബലമെന്ന് പറഞ്ഞാൽ അതാണ്. അവരൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. അവരുടെ പേരിൽ സിംഹാസനങ്ങളില്ല. പത്രോസിന്റെ പേരിൽ സിംഹാസനമുണ്ട്, തോമസ് അപ്പോസ്തലന്റെ പേരിൽ സിംഹാസനമുണ്ട്. ഒരു സിംഹാസനവും വേണ്ടാത്ത കാരണം അവർ യേശുവിൻ്റെ പിറകെ വന്നത് സിംഹാസനം കിട്ടാനല്ല. അവർ വന്നത് യേശുവിനെ സ്നേഹിച്ചതുകൊണ്ട് മാത്രമാണ്. ഞാനൊരു പള്ളിയിലൊക്കെ ചെല്ലുമ്പോൾ പലതരത്തിലുള്ള മനുഷ്യരെ പരിചയപ്പെടും. നമ്മൾ ആദ്യമായിട്ടൊക്കെ പള്ളിയിൽ ചെല്ലുമ്പോൾ കുറച്ച് ആളുകൾ നമ്മുടെ അടുക്ക് വന്നിട്ട് റിപ്പോർട്ട് തരും ഓരോരുത്തരെ കുറിച്ചും. ആധാർ കാർഡിൽ പോലും ഇത്രയും വിവരങ്ങൾ കാണത്തില്ല. അവനെ നോക്കണം, അവളെ നോക്കണം എന്നൊക്കെ പറയും. എന്നാൽ ചില ആളുകളുണ്ട്, വളരെ സാധാരണക്കാരായ മനുഷ്യർ. അവർക്ക് ഏത് അച്ഛൻ വന്നാലും അവർക്ക് ഇഷ്ടമാണ്. കാരണം അവർക്കൊന്നും വേണ്ട, ഒന്നും ആഗ്രഹിക്കാതെ, ഒന്നും പ്രതീക്ഷിക്കാതെ, ഒരു സ്ഥാനവും മോഹിക്കാതെ ഈ സഭയെ സ്നേഹിക്കുന്ന, ഈ സഭയുടെ ഏത് പ്രതിസന്ധിയിലും അത് കുരിശായാലും അതിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന കുറച്ചു മനുഷ്യരുണ്ട്. അവർ കമ്മിറ്റിക്കാരും ഭരണക്കാരും ഒന്നും ആയിരിക്കില്ല. പക്ഷെ ഒന്നുറപ്പാണ്, അവർ നിങ്ങളുടെ കുരിശിൻ്റെ ചുവട്ടിൽ കാണും. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പുള്ള ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യം ചെയ്തവരാ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. ഒരു കുഞ്ഞു കാര്യമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് ശ്രമിച്ചത്. നമുക്ക് കൂട്ടുകാരാണോ ശത്രുക്കളാണോ കൂടുതൽ? നമുക്ക് ഫേസ്ബുക്കിൽ 5000 ഫ്രണ്ട്സ്, ഇൻസ്റ്റയിൽ 3000 ഫോളോവേഴ്സ്, സ്നാപ്ചാറ്റിൽ 2000 ഫോളോവേഴ്സ്. ഒരു കാര്യമില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന പലരുമല്ല സഹായത്തിന് ഓടി വരുന്നത്. അത് ചിലപ്പോൾ നമ്മൾ എഴുതിത്തള്ളിയ മനുഷ്യരായിരിക്കും ചിലപ്പോൾ നമ്മുടെ സഹായത്തിനെത്തുക. വലിയ പരിശുദ്ധന്മാരെന്നും വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നവരൊന്നുമല്ല, വളരെ സാധാരണക്കാരായ മനുഷ്യർ. നിങ്ങളേത് കുരിശേ കയറിയാലും, ആരെല്ലാം നിങ്ങളെ ഇട്ടിട്ട് പോയാലും നിങ്ങളുടെ ചുവട്ടിൽ തന്നെ അവർ കാണും. ഏതു പള്ളിയിലും അങ്ങനെ ഒരു 5-6 പേര് കാണും. ഏതു മഹാ ഇടവകയിലും അങ്ങനെ കുറച്ച് പേര് കാണും. അവരുടെ കരുത്തിലാണ് ഈ സഭ മുന്നോട്ട് പോകുന്നത്. അല്ലാതെ ഏതച്ഛൻ ഏത് സ്ഥാനം എടുക്കണം, ആര് തിരുമേനിയാവണം എന്നൊക്കെ പറഞ്ഞ് പൊളിറ്റിക്സ് കളിക്കുന്ന ഒരുത്തനെയും നമ്പല്ല. ആരെ നമ്പിയാലും, കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സഭ എന്നത് അവർക്ക് മറ്റൊന്നാണ്. എന്നാൽ ഒന്നും വേണ്ട, കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന കുറച്ച് മനുഷ്യരുണ്ട്. അവരെ നിങ്ങൾക്ക് ഉറപ്പിക്കാം, നിങ്ങളുടെ കുരിശിൻ്റെ ചുവട്ടിൽ അവർ കാണും.
എന്നാൽ പലപ്പോഴും വലിയ ധനികർ, സ്വാധീനമുള്ളവർ, ഇവരെയൊക്കെയാണ് ഒപ്പം കാണും എന്ന് നമ്മൾ കരുതുന്നവർ. യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ കുറച്ച് സാധാരണക്കാരായ മനുഷ്യർ, അവരെ നമുക്ക് സഭയെന്ന് വിളിക്കാം. ഒരു സഭ എങ്ങനെ ആയിരിക്കണം എന്നത് അവരിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മുടെ ജീവിതാനുഭവങ്ങളെ യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് വയ്ക്കാം. ചേർത്ത് വയ്ക്കുമ്പോൾ യേശു കുരിശിൽ അനുഭവിച്ചതൊക്കെ നമ്മുടെയും അനുഭവമാണെന്ന് നമുക്ക് മനസ്സിലാവും. യേശു കുരിശിൽ കയറിയപ്പോൾ കുറച്ച് സ്പെക്ടേറ്റേഴ്സ്, ചില ആളുകൾ യേശുവിനെ കുറ്റപ്പെടുത്തി, അക്യൂസേഴ്സ്. ചില ആളുകൾ സങ്കടം കൊണ്ട് കരഞ്ഞു, എംപതൈസേഴ്സ്. ചില ആളുകൾ അവനെ ഇട്ടിട്ട് പോയി, ഫോർസേക്കേഴ്സ്. ചില ആളുകൾ അവൻ്റെ ഒപ്പം നിന്നു, അവരാണ് ഫോളോവേഴ്സ്. നമ്മുടെ ജീവിതത്തിൽ ഇത് തിരിച്ചറിയുന്ന അവസരങ്ങളുടെ പേരാണ് കുരിശ്. അതുകൊണ്ട് കുരിശ് കേവലം ചില സങ്കടങ്ങൾ മാത്രമല്ല, ചില തിരിച്ചറിവുകളും നമുക്ക് തരുന്നു. അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് സങ്കടങ്ങളും വേദനകളും പ്രയാസങ്ങളും തോൽവികളും വരുന്നത് നല്ലതാ. കതിരേതാ പതിരേതാ എന്ന് തിരിച്ചറിയാം. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നറിയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രയാസം വരണം. എന്നാൽ അത്തരം സന്ദർഭങ്ങളിൽ ഒപ്പം നിൽക്കുന്ന കുറച്ചു മനുഷ്യർ, ആ മനുഷ്യരാണ് നമ്മുടെ ബലം. ആ മനുഷ്യരാണ് സഭയുടെ ശക്തി. ആ മനുഷ്യരെയാണ് സഭ എന്ന് നാം വിളിക്കേണ്ടത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, യേശു കുരിശിൽ കിടന്ന് നിലവിളിക്കുക, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടു. യേശു കുരിശിൽ കിടന്നുകൊണ്ട് ഇതെല്ലാം കാണുക. ഇത് കണ്ടപ്പോൾ യേശുവിന് തോന്നി, ദൈവം എന്നെ കൈവിട്ടു എന്ന്. ഈ സന്ദേശത്തിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന നിലയിൽ ആ വാക്കിന് ഒരു വ്യാഖ്യാനം കൂടെ കൊടുത്ത് ഞാൻ അവസാനിപ്പിക്കാം. എന്തുകൊണ്ടാണ് യേശുവിന് ദൈവം കൈവിട്ടത് എന്ന് തോന്നിയത്? തലേ രാത്രി ഗദസമനയിൽ വെച്ച് യേശു പറഞ്ഞതാണ്, പിതാവേ, എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെ നിറവേറട്ടെ. പിന്നെ എന്താ ഇപ്പോൾ കുരിശിൽ കിടന്നപ്പോൾ അങ്ങനെ തോന്നാൻ കാരണം? എനിക്ക് തോന്നുന്നത്, നമ്മുടെ ചുറ്റിലും നിൽക്കുന്നവർ അവരെ ദൈവമായി കാണുന്നത് കൊണ്ടാണ് അവർ കൈവിടുമ്പോൾ നമ്മളെ ദൈവം കൈവിട്ടു എന്ന് നമുക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? വേറൊരു തരത്തിൽ പറഞ്ഞാൽ, ലോകം മുഴുവൻ നമുക്കെതിരാണെന്ന് തോന്നുന്നത് ലോകത്തിലുള്ളവരെല്ലാം എതിരായത് കൊണ്ടല്ല, ചില മനുഷ്യരെ നമ്മൾ നമ്മുടെ ലോകമാണെന്ന് ധരിച്ചതുകൊണ്ടാണ്. ദൈവം നമ്മളെ കൈവിട്ടിട്ടില്ല. നമ്മുടെ കൂടെ നിൽക്കുമെന്നും മരണം വരെ ഒപ്പമുണ്ടാകുമെന്ന് പറഞ്ഞവരെ നമ്മൾ ദൈവമായി തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് അവരുപേക്ഷിക്കുമ്പോൾ ദൈവം നമ്മളെ ഉപേക്ഷിച്ചു എന്ന് നമുക്ക് തോന്നുന്നത്. എന്നാൽ യേശുവിന് മനസ്സിലായി, പത്രോസ് പോട്ടെ, അന്ത്രയോസ് പോകട്ടെ, തോമസ് ഓടിപ്പോകട്ടെ, യാക്കോബ് ഓടിപ്പോകട്ടെ, യോഹന്നാൻ ഓടിപ്പോകട്ടെ, എൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ കുറച്ചു മനുഷ്യർ നിപ്പുണ്ട്. അതുമതി ജീവിക്കാൻ. അതുമതി ഏത് സങ്കടക്കടലും നീന്തിക്കടക്കാൻ. അങ്ങനെയുള്ള ചുരുക്കം ചില സുഹൃത്തുക്കളെ, ചുരുക്കം ചില സ്നേഹിതരെ സമ്പാദിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ജീവിതം സാർത്ഥകമായി. അങ്ങനെ ആ കുരിശിൻ്റെ ചുവട്ടിലെ കുറച്ച് മനുഷ്യരെ പോലെ ആയിത്തീരാൻ
ദൈവം നമുക്ക് സഹായിക്കട്ടെ, ദൈവം നമുക്കതിന് കൃപ നൽകട്ടെ. ഇങ്ങനെ ഒരു അവസരം തന്നതിൽ പ്രിയപ്പെട്ട തിരുമേനിയോട് എനിക്കുള്ള നന്ദിയും ആദരവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.